ഓ നാളെയാണെങ്കിൽ ആ പണിക്കാരൻ വരും. ചെക്കനാണെങ്കിൽ അന്ന് പറഞ്ഞാ കൂട്ടാക്കുള്ള എന്തെന്നാ പറയാ അതിനൊക്കെ പറഞ്ഞാൽ മനസ്സിലായത് എന്താ ചെയ്യും. ഒരു ദിവസത്തെ ലീവ് അവരവന്റെ കുടുംബത്തെ പണിയെടുത്ത് എന്തൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ കുട്ടി പറഞ്ഞു എനിക്കൊന്ന് പറഞ്ഞോ. മോനെ ഈ ഫോണില് കുത്തിരുന്ന് കളിക്കണ നേരം ഉണ്ടല്ലോ, അവിടെ പോയി അതൊക്കെ ഒന്ന് വൃത്തിയാക്ക്. ഇന്ന് പണിക്കാരൻ വരും. എവിടെ വൃത്തിയാക്കാന്? അവിടെ എന്തോരം സാധനങ്ങൾ വെട്ടാനും മാറ്റാനും ഒക്കെ പറഞ്ഞല്ലേ മോനെ. അതൊക്കെ ചെയ്തില്ലെങ്കിൽ ഇനി രണ്ടാളെ വിട്ടാലേ അതൊക്കെ കൂലി കൊടുക്കണ്ടേ? എത്രമാത്രം പണികളുണ്ടാ. ഈ വെറുതെ ഇരുന്നിട്ട് ഈ മൊബൈൽ കുത്തിപ്പിടിച്ച് നിൽക്കണ നേരം ഒന്ന് പോയിട്ട് ചെയ്തൂടെ? എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ അവനവന്റെ കുടുംബത്ത് പണിയെടുക്കാനൊന്നും ഒറ്റയ്ക്ക് ചെയ്യാനും കണ്ണിന് വലിയ മരമുണ്ട്, ചെടികള്, കല്ലുകൾ, അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാ. ഒരു ദിവസം എനിക്കൊരു ലീവ് ഉള്ളൂ, ഒരു സമാധാനം തരുമെന്ന്. ഇന്നാണൊന്ന് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റിട്ടൊന്ന് ഇരിക്കണത്, അപ്പോഴേക്കും അത് ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? പറയുമ്പോ തന്നെ പറയാ. ആരെങ്കിലും വരുന്നോ അതും ഇല്ല. ഈ മഴയായതുകൊണ്ട് എല്ലാവരും പോയിട്ടുണ്ട് അവരവരെ കുടിയിൽ. അതൊക്കെ എന്താ, എനിക്കൊന്നും വയ്യാതെ ചെയ്യാന്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് വയ്യ. ഒരു ദിവസമാണ് ഒന്ന് ലീവ്. ഉമ്മേ വേറെ എന്തെങ്കിലും പണി നോക്കിയേ. എനിക്കറിയാം, പറയുമ്പോഴൊക്കെ നീ തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഒരു ദിവസം ലീവിൽ എന്നെ കുടുംബത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ. എന്നെ പറഞ്ഞൊന്നും കാര്യമില്ല. ഞാനേ ആ ചേട്ടനിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്കിയോക്കെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂലി അത്യാവശ്യം കൂലി കൊടുക്കണം. അതിനെന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാല് മക്കള് പറഞ്ഞാ കൂട്ടാളിക്ക് എന്താ ചെയ്യും? ഹലോ ചേട്ടാ, മരം മുറിക്കുന്ന ആളല്ലേ? അതെ, ഞങ്ങളുടെ ഒരു 2-3 മരം എന്ന് പറയാനൊന്നുമില്ല, ചെറിയ മരങ്ങളാണ്. എനിക്ക് കുറച്ച് പണി ഉണ്ടാവും. ഫുള്ളായിട്ട് ഒരു ദിവസത്തെ പണിയൊന്നുമില്ല, എന്നാലും ഒരു 3 മണി വരെയൊക്കെ ഉണ്ടാവും. ഒന്ന് വരുമോ? സ്ഥലം എന്താ കുന്നത്ത് ഗഫൂർക്കാട് വീട് എന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. ഇന്ന് വരുമോ? എന്നാ വായോ. ഹലോ, ഞാൻ പേനത്തപ്പുള്ളത്. ശരി വായോട്ടാ. അവിടുത്തെ കഴിഞ്ഞ അങ്ങോട്ട് വായോ. കുറച്ച് നേരത്തെ പണി തന്നെ ഉള്ളു. ശരി എന്നാ. എത്ര മരമുണ്ട്? അത് 2-3 മരമുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ ഒരു ഇതുപോലെ. ഒരു ദിവസത്തെ പണി ഉണ്ടാവൂലേ? ആയിക്കോട്ടെ. പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ല? അതൊക്കെ വന്ന് നോക്കി. എന്തിപ്പോ ഫോണിൽ കൂടിയിട്ട് പൈസയുടെ കാര്യമൊക്കെ പറയണം? അല്ല, നമ്മൾ വന്നു കഴിഞ്ഞാല് വല്ല ഉപകാരം വേണ്ടേ? ഉപകാരമൊക്കെ പെടുവോ? എന്തിട്ട് മനുഷ്യന്മാര് വന്ന് നോക്കി. ഞങ്ങൾ വന്ന് നോക്കിയിട്ട് പറയാറായിട്ട് കേട്ടോ. എന്നാ ശരി. ഫോണിൽ കൂടി പറയുന്നില്ല പൈസ. ഇപ്പോഴത്തെ മക്കൾക്കാണെങ്കിലോ ഒന്ന് എത്ര സെന്നെ ഉള്ളൂ, അത് 4 വെട്ട് വെട്ടിയാല് അത് മുറിയും. അത് വെട്ടാനാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും അകത്തേക്ക് പോയി. ഒരാൾക്കാണെങ്കിൽ അവർക്കും പറ്റൂല. അയാളാണെങ്കിൽ ഫോണിൽ കൂടി കാശ് ചോദിക്കണം. എത്ര കാശ് വന്ന് നോക്കിയിട്ടില്ല, ഒന്നുമില്ല. കാശ് എത്ര? അവരൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, പൈസ ഒക്കെ പറഞ്ഞു മേടിക്കണ പോലെയാ. അവർക്കൊക്കെ എന്താ ഡിമാൻഡ് പറഞ്ഞിട്ട്. മഞ്ഞ പെയിന്റ് അടിച്ചുള്ള നേരെ നടക്കണേ. വഴി അറിയില്ല, വീട് അറിയില്ല. ഫോണിൽ കൂടെ വിളിച്ച് പറയും, അഡ്രസ്സും ശരിക്കും പറയുന്നില്ല. ഇതാവും വീട്, തന്നെയാവും. താത്ത ആരില്ലേ? ആരാ? നിങ്ങൾ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങളാ? അതെ, മരം മുറിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഏതാ മരങ്ങള്? ഇതൊക്കെ അവിടെ. അപ്പൊ ഇതൊക്കെ ഉണ്ട് അല്ലേ? അതെ, പൈസ ഒരു 2000 ഉറുപ്പോളം വരും. പൈസ 2000? അവിടെ ഉണ്ട്. പിന്നെ ഇത് 3 ഒറ്റയ്ക്ക് പറ്റില്ല, ഒരാളെ സഹായത്തിന് വേറെ വിളിക്കുന്നതും വരും. 2000 ഉറുപ്പിക്കാണെങ്കിൽ മുറിക്കണ്ട, ഞങ്ങള് പറ്റോ? ഞങ്ങള് മുറിച്ചോണ്ട്. നിങ്ങൾ മുറിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. 2000 ഉറുപ്പിക്ക് എന്താ ചേട്ടാ? നന്നായിട്ട് പോയി നോക്കി നോക്കൂ. അതെ, എങ്ങോട്ട് വരി, കാണിച്ചു തരാം. എന്താ ഒരു മര്യാദയില്ലേ? എന്താ 2000-ന് എന്താ വിലയില്ലേ? നോക്ക് നിങ്ങള്. ഈ മരം ഇത് പറയുമ്പോ ഞങ്ങക്ക് ഇല കൊഴിഞ്ഞു വീണത് കാരണം അതൊന്ന് മുറിക്കാന്ന് വെച്ചിട്ടാ. അല്ലാണ്ട് ഞങ്ങക്കത് മുറിക്കാൻ വേണം പറഞ്ഞിട്ടല്ല. പിന്നെ ഇത് ചെറിയൊരു മാവ്, ഇത് കണ്ട, ഈ ഒരു മരം അത് ഭയങ്കര ഇടങ്ങേടാ മുറിക്കാൻ. ഇങ്ങനെ ക്യാപ്പ് കണ്ടില്ല, 2 ഭാഗത്തും വീഴാൻ ലെവലില് വേണം മുറിക്കാൻ. അതെ,
ഇതാ ചേട്ടാ ഈ മരം. മനസ്സിലായി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാണ്ടിരിക്കണെങ്കിൽ ഒരാൾ സഹായത്തിന് വേണം. അപ്പൊ കയറ് കെട്ടി വേണം മുറിക്കാൻ. ഇത് ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയത്. അതുകൊണ്ടാണ് 2000 രൂപ ചോദിച്ചത്. നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ മുറിക്കില്ല. ചേട്ടാ അഡ്ജസ്റ്റ് ചെയ്യത് എന്ത് 2000 എന്ന് പറയണത്? എന്തുട്ടപ്പ 4 മുറി മുറിച്ചാ വീഴും. രണ്ടാൾക്ക് കൂലി കൊടുക്കണം. രണ്ടാളുടെ കൂലി 1000 അതാ ചോദിച്ചിട്ടുള്ളൂ. 2 ആൾക്ക് 1000. ഉച്ചക്ക് വൈകിട്ട് ചായയും വേണം, ചോറ് വേണം, ഒക്കെ വേണം. അല്ലാതെ ചോറും വേണം, ചായയും വേണം, ഒക്കെ വേണം. 2000 കൂലിയും തരണ. നിങ്ങളുടെ കാലാ, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ പറഞ്ഞ പോലെ 1800 കേട്ടാ. എന്താ ചേട്ടാ അങ്ങനെ പറയണേ? അതൊന്നും പറയല്ലേ ചേട്ടാ, അത്രക്കുള്ളത് തന്നെ ഉള്ളൂ. കുറച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ഇത് ഈ ഇലയൊക്കെ നിലത്തേക്ക് വീണിട്ടേ ഭയങ്കര മുറ്റൊക്കെ നാശാകും. അത് കാരണമാണ്. അല്ലെങ്കിൽ ഇപ്പൊ മുറിക്കില്ല. ഇവിടെ ഒരു മോനുണ്ട്, അവനോട് പറഞ്ഞിട്ട് കൂട്ടാക്കാത്ത കാരണം. അല്ലെങ്കിൽ അവനിക്ക് മുറിക്കാൻ തന്നെ ഉള്ളു. ഒന്നും പറയണ്ട, 1800 തരാം. നിങ്ങൾ മുറിച്ചോ. ശരി, ഇനി പണി കഴിഞ്ഞിട്ട് കൂട്ടി തന്നാ മതി. പണി കഴിഞ്ഞിട്ടൊന്നും കൂട്ടൂല, പറഞ്ഞ തന്നെയാ. എന്തപ്പത് എന്താ 2000 വിലയൊന്നുമില്ല, മുറിക്കിയത്. ഇന്നത്തെ ഒരു കാര്യം ചെയ്യണ്ടൊന്ന് ഫോൺ തരുമോ? ഫോൺ വിളിച്ചിട്ട് കൂട്ടുകാരന് ചെക്കനൊന്ന് വിളിക്കാനാ. സഹായത്തിന് ഫോണൊന്നുമില്ല കയ്യില്. ഫോണില്ല, അവിടെ വെച്ചിട്ട് വന്നു. എന്ത് താത്തിയത്? 200 രൂപയ്ക്ക് പേശി പണങ്ങി നിൽക്കണം. ഇങ്ങനെ ആകുമ്പോ എങ്ങനെ പണിയെടുക്കാൻ തോന്നുക? ചേട്ടാ അതെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ മരം ആ 3 ഇതും ഈ 2 ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ കൂടി അവിടെ ചെറിയൊരു തിണ്ട് കണ്ട, അതും കൂടി ഒന്ന് നിങ്ങൾ മാന്തിട്ട് ഇങ്ങോട്ട് ഒന്ന് കൊത്തിയിട്ട് ഇങ്ങോട്ട് ഇറക്കിയാല് നിങ്ങൾ പറഞ്ഞ പോലെ 2000 തരാം. ചെയ്യോ? അത് ഒരാളെ വിളിക്കേണ്ടവരേ. വിളിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. ശരി, അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ 2000 തരാം. ഒന്ന് ക്ലിയർ ആക്കിട്ടാ. ഹലോ ബായ്, ചായ കുടിക്കുമ്പോ അവിടെ കണ്ടില്ലേ? പറയാ. നമ്മുടെ ഞാൻ ഇപ്പൊ മരം മുറിക്കാൻ വന്നവിടെ. കിതറ ബായ്. മലയാളം മനസ്സിലാവില്ല എനിക്ക്. കുറച്ച് അറിയുന്നു പറഞ്ഞില്ല നീ. സോറി ചേട്ടാ. അപ്പൊ ഇവിടെ മരം മുറിക്കാൻ ഒരാളും കൂടെ വേണം സഹായത്തിന് എന്റെ കൂടെ. കിതറ വേണ്ട, ഇവിടെ കോണിയുണ്ട്. കുതിര വേണ്ട. ഇല്ല സേട്ടാ, കുതിരല്ല സേട്ടാ. എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീയേ വേഗം വാ. ചേട്ടാ ജാവു. എവിടെ ചേട്ടാ? പേനകം വരിക. പെരുവല്ലൂരല്ലേ നമ്മൾ കണ്ടത്? പെരുവല്ലൂരിന്ന് നേരെ വന്നിട്ട് പേനകം റോഡിൽ കൂടെ ഇങ്ങനെ വന്നാ മതി. ചോദിച്ചാൽ മതി. എലവത്തൂർ ചേട്ടാ. എലവത്തൂർ വന്നിട്ട് വെലവത്തൂർ വന്ന് അവിടുന്ന് നേരെ കട്ട് ചെയ്ത് വന്ന ഈ റോഡ് 4 കൂടി വഴിയുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് വന്നാ ചോദിച്ചാൽ മതി കേട്ടാ. പൈസ എനിക്ക് കിട്ടുന്ന പൈസ എനിക്ക് തരും. നീ വാ, ധൈര്യമായിട്ട്. പണിയില്ലാണ്ട് അവിടെ വെറുതെ ഇരിക്കല്ലേ? പൈസ ഒക്കെ തരാം. വേം വാ. തന്നെ വരണോട്ടാ. ശരി ചേട്ടാ, ഇപ്പൊ വരാം. ശരി ചേട്ടാ. ശരി. മലയാളം അറിയില്ല, ഹിന്ദിയില് കിതറ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവണില്ല. എന്താ കുതിര പറയണേ? കോണി ഉണ്ട് ഇവിടെ. കുതിര ഒന്നും വേണ്ട. കുതിര എന്നല്ല, അവര് കിതറ എന്ന് പറഞ്ഞതാ. എനിക്ക് ഞാൻ കുതിര വേണ്ട, കോണി ഉണ്ട് ഞാൻ പറഞ്ഞു. അതെ, ഹിന്ദിയാണ്, അത് മനസ്സിലാവില്ല. അവര് പറയുന്നത് കുതിരനെയാണ് പറഞ്ഞത്. എങ്ങനെ ആളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറ്റും? എന്നാലും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. വന്നാലേ സഹായിക്കും. ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. അതെ, അറിയും കുറേശ്ശെ. കുതിര എന്നല്ല പറഞ്ഞത്, കിതിര എന്നാ പറഞ്ഞതല്ലേ? ഓ ശരി. എവിടെ ചേട്ടാ? ഈ വഴിയാണല്ലോ ചേട്ടൻ പറഞ്ഞത്. ഈ ചേട്ടൻ കിതർ ചേട്ടാ. सेटा किधर सेटा मैं कितना ढूंढ गया. ഇതാണ് മരം മുറിക്കുന്നത്. 3 क्या सेटा? ഇത് മുറിക്കണം, കയറിട്ട് വലിക്കണം. ഇത് അവിടെ കൊത്തണം അടി. ഞാൻ പറഞ്ഞു തരാം. മലയാളം കുറച്ച് അറിയില്ലേ? മലയാളം അറിയാം ചേട്ടാ. അപ്പൊ അടി കൊത്തിട്ട് ഇങ്ങോട്ട് എടുക്കണം. മരം മുറിക്കുമ്പോ കയറ് പിടിക്കാനൊക്കെ വേണം സഹായത്തിന്. ചേട്ടാ
എത്ര പൈസ എത്ര തരും? പൈസ 2000 എനിക്ക് എത്ര എനിക്ക് 1000 തരും. 1000? 1000 എനിക്ക് 1000 നിനക്ക്. വെറുതെ ഇരിക്കല്ലേ, പണിയൊന്നുമില്ലല്ലോ അവിടെ. പണിയുണ്ട് ചേട്ടാ. മഴ കാരണം അതിന് എനിക്ക് പണി പിടിച്ചു തന്നതാണ്. എനിക്ക് ഒരു കമ്മീഷൻ 100 രൂപ തരണം ചായ കുടിക്കുന്നത്. ആ പണി ഞാൻ എടുക്ക ചേട്ടാ. പണി മുഷ്കിൽ നെയ്യ്. ശരിക്കും നീ ഹിന്ദിയാ തമിഴാ? എനിക്ക് തമിഴ് തരും ചേട്ടാ. തമിഴ് മലയാളം തമിഴ്നാട്ടിൽ പണിയെടുത്തിട്ടുണ്ടാവൂലേ? തമിഴ് ആൾക്കാർ ഇങ്ങ ജാസ്തി. ഇവിടെ പെരുവല്ലൂര്. പെരുവല്ലൂര് ഇങ്ങ ജാസ്തി. അപ്പൊ തമിഴ് ഹിന്ദി കലർത്തിയിട്ട് പറയും. എല്ലാം തരും ചേട്ടാ. നമ്മ ലൈഫ് അപ്പടിതാണ്. അത് ഇത് വിറകില്ല. ഇത് നമ്മ മുറിക്കാം ആദ്യം. അത് മുറിക്കാം ആദ്യം ഫസ്റ്റ്. ഇത് കക്കോട്ട് കൊണ്ടുവരാൻ சொன்னது. ഇത് വെട്ടണം, അങ്ങനെ കൊത്തിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. किधर से जाएगा? ചായ കുടിക്കാം. चाय अल्ला ചേട്ടാ. किधर से जाएगा? किधर से करेगा? ചായ നമുക്ക് 10 മണിക്ക് കുടിക്കാം. ചെന്ന ചേട്ടാ. ഇപ്പൊ ആ മരം 2 നമുക്ക് മുറിച്ചിടാം. അങ്ങോട്ടൊന്ന് മുറിച്ച് കയറിട്ട് വലിച്ച, ഞാൻ മുറിക്കാം, കയറിട്ട് വലിച്ചാൽ മതി. ഈ ചേട്ടനൊക്കെ ഹിന്ദി അറിയില്ല, എനിക്ക് അച്ഛൻ മലയാളം അറിയില്ല. പറഞ്ഞത് ആക്ഷൻ പറഞ്ഞത് മനസ്സിലായി. ആക്ഷൻ പറയും ഞാന്. ഇതില് കയറിട്ട് തരണം. അപ്പൊ ഞാൻ മേലെ കയറി മുറിക്കാം. അല്ലെങ്കിൽ മേലെ കയറി ആയത് ഇത് വെട്ടുമ്പോ അയർത്തി തരാം. ഇവിടെ അങ്ങനെ വലിച്ചിടണം. അത് 10 മണിക്ക് കഴിക്കാം. 10 മണിക്ക്. പണിക്ക് വന്നതും ഇവിടെ ചായ തരില്ല. അവിടുത്തെ താത്ത പെശകാ. ചേച്ചി 2000 പറഞ്ഞ 1800 ആക്കി. നീ ഇപ്പൊ മണ്ണ് മാന്താൻ പറഞ്ഞപ്പോ നിന്നെയും കൂടെ വിളിച്ചപ്പോ 1000 അങ്ങനെ ആക്കി. സാപ്പിടാൻ 10 മണിക്ക് തരും. ഇപ്പൊ ചോദിച്ചു തരില്ല, ആ ചീത്ത പറയും. നമുക്കിത് മുറിച്ച് തള്ളിയിട്ട് സാപ്പിടാൻ പോവാം. അപ്പൊ അതിൽ കൂടെ കേറണം. കോണി കൊണ്ടുവന്നിട്ട് അതിൽ കൂടെ കേറാം നമുക്ക്. കക്കോട്ട് ഇപ്പൊ അവിടെ വെക്കി. അത് ഇങ്ങനെ പിടിച്ച് നിന്ന് പണി നടക്കില്ല. അതവിടെ വെക്കി. മേലെ കൂടെ വരാം. ശരി ചേട്ടാ. വൈകിട്ട് കാശ് വേണ്ടേ? ആ താത്ത പണിയെടുത്താലും കാശ് തരുള്ളൂ. നീ തരില്ല. അതിൽ കൂടെ കേറാം നമുക്ക് മേലെ. എന്താ ചേട്ടാ കത്തി ഷാർപ്പ്നെസ് ഞാൻ വെട്ടാ ഇങ്ങോട്ട് ഇറങ്ങ്. കയറും പിടിച്ചാ മതി. എന്ത് വെട്ടില്ലേ ഇവന്റെ പണി കൂടെ ഞാൻ എടുക്കേണ്ടി വരുവോ? ഇങ്ങനെ വെട്ടി താഴ്ത്തിടണ്ട. അവിടെ അപ്പുറത്തതുണ്ട്. ഞാൻ വെട്ടിക്കളാം. ഇങ്ങോട്ട് ഇറങ്ങി. എന്താ ചേട്ടാ ഈ താഴത്ത് നിന്നിട്ട് കയർ പിടിച്ച് ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇത് സ്ലിപ്പ് ആവത്ത ചേട്ടാ. അത് ഇറങ്ങ്. ഞാൻ കേറാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടാ ഇങ്ങനെ വെട്ടണത്. ഇത് ഇതെടുത്ത് വലിച്ചാ മതി ചേട്ടാ. നോക്കിട്ട് കേറ് ചേട്ടാ. അതെടുക്ക്, വെട്ടത്തിലെടുക്ക്. ആ കൊമ്പ് പിടിച്ചാ വെട്ടാ. വലിക്കേ. വലിച്ചങ്ക അവിടെ ഇട്. ഇത് ആദ്യത്തെ കൊമ്പ് പിടിക്കുക. അത് പിടിക്ക്. ഇത് അത് പിടിക്ക്. കണ്ടാ ഇങ്ങനെ വെട്ടണം. काम बोलते अभी काम ज्यादा दे रहा है. खाना भी नहीं है, पीना भी नहीं है, कुछ भी नहीं है. क्या बाबा ബീബി വേഗം എടുത്തിട്ട് ബാബാ ബീബി എന്ന് പറഞ്ഞിട്ട് പണി കാശ് കിട്ടില്ല ലാസ്റ്റ്. मुश्किल वाला डेंजर है. ആ താത്ത അവിടെ നിന്നിട്ട് ജനലിൽ കൂടെ നോക്കുന്നുണ്ട്. क्या ताता നിന്നെ കൊണ്ടുവന്ന് എന്നെ വേണം ചീത്ത പറയാ. सेटा मैं लास्ट सेटा फिर भी मैं नहीं आएगा. खत्म हो गया मैं. പണിയെടുത്ത് ജീവിക്കാൻ എളുപ്പമല്ലേ? सेटा जास्ती काम जास्ती. ഇനി സമയമുണ്ട് ഭക്ഷണം കഴിക്കാൻ. 1 മണിയാവണം. അല്ലാണ്ട് ഭക്ഷണം കഴിച്ചാൽ താത്ത തരില്ല. അല്ലേ? വേഗം ചാക്കിലാക്കിട്ട് ചാവൂ. എന്താ ചേട്ടാ അത്? സാവല്ല. എത്രയാവോ? ചായ കുടിക്കാം ചേട്ടാ. ചായ ആയാ?
താത്ത കടിയൊന്നുമില്ലേ? ഞാൻ ചായ കുടിച്ചിട്ടേ കാശ് വാങ്ങി പോവാ. അതെ, നമ്മുടെ പണി കഴിഞ്ഞു കേട്ടാ. ആ, ചായ കുടിച്ചിട്ട് നേരം വൈകി, എന്നാലും പണി കഴിഞ്ഞു. നമ്മള് പൈസ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങള് പോകും. क्या सेसी हो वो क्या है? പക്കോട. पकौड़ा केरला केरला स्पेशल കേരള പക്കോട. अच्छा 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 टेस्ट है നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ. ചോദിച്ചതിന് വെച്ചിട്ട് 100 റുപ്യ കൂടുതലുണ്ട് കേട്ടാ. അല്ല വൃത്തിയാ ചെയ്യുന്ന കാരണം 100 റുപ്യ കൂടുതൽ വെച്ചിട്ടുണ്ട്. ചേച്ചി സൂപ്പർ. വേറെ പണി ഉണ്ടെങ്കിൽ വിളിക്കിട്ട് തത്താ. വേറെ എവിടെയെങ്കിലും പണി ഉണ്ടെങ്കിൽ വിളിക്കുക. വരാം. वो वाला चीज है ना अच्छा लग रहा है मेरे को. और थोड़ा मिलेगा पार्सल? മനസ്സിലാകണില്ല. थोड़ा बताओ ना. നന്നായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കണം. അതെ കഴിച്ചു. कुछ मिलेगा कुछ थोड़ा रूम में लेके जाने के लिए? കൊണ്ടുപോവാ. പാർസൽ വേണമെന്ന്. थोड़ा थोड़ा ഇവിടെ പാർസൽ ഉണ്ടാ? കുറച്ച് കൊടുക്കാൻ. हाँ अच्छा ഇല്ല തട. अच्छा टेस्ट है. മലയാളം അറിയില്ലേ? थोड़ा थोड़ा കുറച്ച് 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 കുറച്ചാ ശരി. നാട് എന്താ ചേട്ടാ थोड़ा थोड़ा തൊട. बोलते മനസ്സിലാകണില്ല. മലയാളം പഠിക്ക്. കേട്ടാ? ചേട്ടാ पूरा फिनिश है ना? मैं पूरा साफ करता हूँ. ओके वापस आएगा अभी. പോവാ ചേട്ടാ. വാ, ഇതാ പൈസ. പകുതിയും പകുതിയും. ओके ചേട്ടാ. ചേട്ടാ नेक्स्ट ആ, काम आएगा तुम बुलाओ मेरे को. വിളിക്കാം. हाँ ആ, कॉल പണി करो मेरे ഉണ്ടെങ്കിൽ को. വിളിക്കാം. हाँ ഓക്കെ. मेरा नंबर है ना आपका पास? ആ ആ നമ്പർ कॉल करो. ठीक है ओके सलाम.